الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله സ്നേഹത്തിനായ വിശ്വാസികളെ പ്രപഞ്ചനാഥന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിൽ കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിക്കുന്നത് ഓർക്കുകയാണ് വസിയ്യത്ത് ചെയ്യുക. റബ്ബിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും ചര്യയെയും സ്വന്തം ജീവിതവുമായി ചേർത്ത് വെക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ മുവഹ്ഹിദീങ്ങളിൽ മുത്തബഈങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി നിലനിൽക്കുന്നതാണ്. വിശ്വാസികളുടെ ആദ്യ തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യം ഇസ്ലാമിനെ പഠിക്കുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്ത തലമുറ ഒട്ടനേകം പീഡനങ്ങളും ത്യാഗങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മതത്തെ ജീവിതത്തിൽ പുലർത്തിപ്പോകുന്നത് എന്നും അത് തങ്ങളുടെ ആദർശമായി സ്വീകരിച്ചതിൻ്റെ പേരിൽ പലരും അവർക്ക് ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്, സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിക ചരിത്രം കലർപ്പില്ലാതെ യാഥാർത്ഥ്യമായി കൊണ്ടുവന്ന് ബോധ്യപ്പെടുന്നത്. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ, ഏകദൈവ വിശ്വാസത്തെ സ്വീകരിച്ചതിൻ്റെ പേരിൽ നാടിനെയും വീടിനെയും കുടുംബത്തെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും സമ്പത്തിനെയും കച്ചവടത്തിനെയും ജീവിതത്തിൽ സകലമാനത്തിനെയും ഒഴിവാക്കുകയും മറന്നുകളയുകയും ചെയ്യേണ്ടി വന്ന അവസ്ഥയും മുൻകഴിഞ്ഞ ഭൂമികന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവരനുഭവിച്ച പീഡനങ്ങളും ബഹിഷ്കരണങ്ങളും
നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ശക്തമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ മുന്നോട്ട് പോകുമ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ മറ്റൊരു നാട്ടിലേക്ക് സ്വന്തം നാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഹിജ്റ പോകാനുള്ള അവസരം നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അവർ ഇന്ന് എത്യോപ്യ എന്നറിയപ്പെടുന്ന അബസീനിയയിലേക്ക് ഹിജ്റ പോയിരുന്നു. അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ, തങ്ങളുടെ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപേക്ഷ വരുത്തൽ അഥവാ തങ്ങളുടെ ജീവിതത്തിലുള്ള മുഴുവൻ സമ്പത്തിനെയും മുഴുവൻ കാര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അബസീനിയയിലേക്ക് അവർ പോകാൻ തയ്യാറായി എന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ നമുക്ക് വായിക്കാൻ കഴിയും. ഹിജ്റയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി വിശ്വാസിയാരാണ്, മുഅ്മിനാരാണ്, മുസ്ലിമാരാണ് എന്നൊക്കെ പഠിപ്പിക്കുന്നത് മുഹാജിർ ആരാണ്, ഹിജ്റ അവസാനിച്ചതിന് ശേഷം മുഹാജിർ ആരാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് അൽ മുഹാജിറു മൻ ഹജറ മാ അല്ലാഹു വ റസൂലുഹു. ഹിജ്റ കഴിഞ്ഞിട്ടുണ്ട്, മക്ക വിജയത്തോടു കൂടി ഹിജ്റ അവസാനിച്ചു എന്നും ഇനിയുള്ള മുഹാജിർ ആരാണ് എന്ന് നമ്മെ പിന്നീട് കടന്നു വരാനുള്ള നമ്മെ ഓർമ്മപ്പെടുത്തിയ മുഹാജിറു മൻ ഹജറ മാ അല്ലാഹു വ റസൂലുഹു. അല്ലാഹുവും അവന്റെ റസൂലും വിരോധിച്ച ഏതൊരു കാര്യത്തെയും ജീവിതത്തിൽ അവസാനിപ്പിക്കുന്നവൻ, ഉപേക്ഷിക്കുന്നവൻ, അതിനെ ഉപേക്ഷിക്കുന്നവനാണ് ഇനി മുഹാജിർ. അവനാണ്, അതിൽ നിന്ന് ഹിജ്റ പോകലാണ് നമുക്കൊക്കെയുള്ള ഹിജ്റ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഏതൊരു കാര്യം പാടില്ല, വിരോധിക്കപ്പെട്ടിട്ടുണ്ടോ അത് മുഴുവനായി ജീവിതത്തിൽ അവസാനിപ്പിക്കുക, ഉപേക്ഷിക്കുക. അത് അവസാനിപ്പിക്കലാണ് ഈ നമുക്കുള്ള ഹിജ്റ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ രഹസ്യ ജീവിതത്തിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ എന്തൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായി കൊണ്ട് നമ്മൾ അനുവർത്തിച്ചു പോകുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ നമ്മളും മുഹാജിറിന്റെ പദവിയിലേക്ക് എത്തുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ ബഹിഷ്കരണമാണ് ഹിജ്റയ്ക്ക് ശേഷം പിന്നീട് ആ ഒരു മക്ക ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്നത്. ശക്തമായ ബഹിഷ്കരണമാണ്. പിന്നെ നബുവത്തിന്റെ 6ാമത്തെ വർഷം മുതൽ ഏകദേശം 9-10 വർഷക്കാലം, 9 വരെ അല്ലെങ്കിൽ 10 വർഷക്കാലം, നബുവത്തിന്റെ 10ാമത്തെ വർഷക്കാലം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും അവരെ ഉപേക്ഷിക്കുവാൻ, അവരെ ബഹിഷ്കരിക്കുവാൻ മക്കയിലുള്ള മുശ്രിക്കുകൾ, അവിടുത്തെ മേലാളന്മാർ അല്ലെങ്കിൽ അധികാരികൾ തീരുമാനിക്കുകയാണ്. അവരുമായി കൊണ്ട് യാതൊരു തരത്തിലുള്ള ഇടപാടും ഇല്ല. വിവാഹ ബന്ധമോ കുടുംബ ബന്ധമോ അല്ലെങ്കിൽ കച്ചവട ബന്ധമോ വാണിജ്യ ബന്ധമോ ഒന്നും അവരുമായി നമുക്കില്ല എന്നവർ തീരുമാനിച്ചതിന്റെ പേരിൽ അബൂ ത്വാലിബിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മലഞ്ചരക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിന്റെ കൂടെ വിശ്വാസം സ്വീകരിച്ച ആളുകളും കടന്നുപോയി എന്നും, ഒരു വർഷത്തിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസത്തിൽ മാത്രം പുറത്തിറങ്ങുമാറ്, അല്ലെങ്കിൽ അതല്ലാത്ത മാസങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ യാതൊരാളുടെയും സഹകരണം ലഭിക്കാത്ത തരത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നും, ഭക്ഷണത്തിന് കയ്യിലുള്ള സമ്പാദ്യം നൽകിയാൽ പോലും, കയ്യിലുള്ള നാണയക്കുട്ടുകൾ നൽകിയാൽ പോലും കഴിക്കാനൊന്നും ലഭിക്കാത്ത അവസരത്തിൽ പച്ചില കഴിച്ചുകൊണ്ട്, പച്ചവെള്ളം കുടിച്ചുകൊണ്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്ന രൂപത്തിൽ കാഷ്ടിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് എന്ന് അബൂ ത്വാലിബിനെ അവരുടെ പീഡനങ്ങളെ കുറിച്ച്, ബഹിഷ്കരണങ്ങളെ കുറിച്ച് സ്വഹാബത്ത് പിന്നീട് ഓർത്തെടുത്ത് പറയുന്നത് കാണാൻ കഴിയും. അവരനുഭവിച്ച വിശ്വാസത്തിന്റെ പേരിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയായ എന്നതിന്റെ പേരിൽ തന്നെ ഒട്ടനേകം പ്രയാസങ്ങൾ, പീഡനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അവൻ നേരിടേണ്ടി വന്നുകൊണ്ടേയിരിക്കും. പരീക്ഷണം അത് വിശ്വാസിയുടെ വിശ്വാസത്തിനനുസരിച്ചുകൊണ്ട് അതിങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുമെന്നാണ്. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരാണ് പരീക്ഷിക്കപ്പെടുക. അതിൽ തന്നെ ഏറ്റവും പരീക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും, പിന്നീട് തന്റെ വിശ്വാസത്തിൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവൻ വീണ്ടും വീണ്ടും പല തരത്തിൽ പരീക്ഷിക്കപ്പെടും. വിശുദ്ധ ഓർമ്മപ്പെടുത്തിയ തരത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് വാങ്ങുന്നുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസം അവിടെ സ്ഫുടം ചെയ്യപ്പെടുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അവർക്ക് പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. നബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ പരീക്ഷണം
പ്രിയപ്പെട്ട രണ്ട് വ്യക്തികളുടെ മരണമായിരുന്നു. തന്റെ 25ാമത്തെ വയസ്സ് മുതൽ തന്റെ പ്രിയപ്പെട്ടവളായി തന്റെ കൂടെയുള്ള, പിന്നീട് രൂപത്തിൽ തന്നെ ഏറ്റവും ആദ്യം അംഗീകരിച്ച, അതുപോലെ തന്നെ തനിക്കൊരു പ്രയാസം വന്നപ്പോൾ നുബൂവത്ത് ഏറ്റെടുത്തു വന്ന് പ്രയാസത്തോടുകൂടി ഓടി വരുമ്പോ, കിതച്ചു വരുമ്പോ, ഭയപ്പെട്ടു വരുമ്പോ സമാശ്വാസത്തിന്റെ വാക്കുകൾ നൽകിയ, പിന്നീട് അങ്ങോട്ട് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഒരു യുവതി, ഒരു സ്ത്രീ, അവരുടെ മുഴുവൻ സമ്പത്തും തന്റെ ഭർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊണ്ട് ചെലവഴിച്ച മഹതിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ, അവരുടെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യത്തെ ആഘാതമായിരുന്നു. നുബുവത്തിന്റെ 10ാമത്തെ വർഷത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ, പിന്നീട് മരണത്തിന് ശേഷം തന്റെ മരണത്തിന്റെ ആ കാലഘട്ടം വരേക്കും തന്റെ ഭാര്യമാരോട്, മറ്റു ഭാര്യമാരോട് തന്റെ ഭാര്യയുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹിമ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു എന്നും, അവരുടെ കൂട്ടുകാരികൾക്ക് തന്റെ വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് അവരുടെ കൂട്ടുകാരികൾ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നും, ആ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ സൂക്ഷ്മതയെ കുറിച്ച് റസൂലിന്റെ ജീവിതത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ മരണത്തിന് 1-2 ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ സാന്നിധ്യം കൊണ്ടുപോലും തനിക്ക് സംരക്ഷണം നൽകിയ, ശത്രുക്കൾ ആത്തലച്ചു വന്നിട്ടും മുമ്പിൽ ഒരു കോട്ടം പോലെ തനിക്ക് വേണ്ടിക്കൊണ്ട് പിന്നെ സഹായം ചെയ്ത പ്രിയപ്പെട്ട പുത്രൻ അബൂ ത്വാലിബിന്റെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആഘാതമായിരുന്നു. ആമിൽ ഹുസൻ ദുഃഖവർഷം റസൂലിന്റെ ചരിത്രത്തിൽ, റസൂലിന്റെ ജീവിതത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. അബൂ ത്വാലിബ് മരണത്തോട് മല്ലടിച്ച് മരണത്തെ മുഖാമുഖം കിടക്കുമ്പോ പുത്രന്റെ മുമ്പിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുത്താബ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തു യുഹാജു ലക ബിഹാ ഇല്ലല്ലാഹ്, നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ അത് വെച്ചിട്ട് അല്ലാഹുവിനോട് തർക്കം നടത്താമല്ലോ, എനിക്ക് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടു നോക്കാമല്ലോ, താങ്കളെ പിന്നെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് ആവശ്യപ്പെടാമല്ലോ എന്ന് തന്റെ പുത്രനോട് ആ മരണത്തിന്റെ വക്കത്തിലും ഒരുപാട് തവണ ആവശ്യപ്പെടുമ്പോ മറ്റു മറുഭാഗത്തുള്ള മുശ്രിക്കുകളുടെ നേതാക്കൾ അബൂ ത്വാലിബിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, അബ്ദുൽ മുത്തലിബിന്റെ താങ്കളുടെ പിതാവിന്റെ പൂർവ്വപിതാക്കന്മാരുടെ മാർഗത്തിലായി നടക്കുന്നത് താങ്കൾ ഭയപ്പെടുകയാണോ, അല്ലെങ്കിൽ താങ്കൾ വെറുക്കുകയാണോ? അവസാനം ഞാൻ ആ യുദ്ധത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ത്വാലിബ് മരണപ്പെട്ടു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം വേദനിച്ചു. റസൂലിന്റെ ഹൃദയം തുടുത്തുപോയി, റസൂലിന്റെ കണ്ണീരണിഞ്ഞു പോയി. റസൂലിന്റെ വേദന കണ്ട് വിശുദ്ധ ഖുർആനിലെ ആയത്ത് തുടങ്ങി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചകനെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല, മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലാഹു തആലയുടെ തീരുമാനമുണ്ട്. ആരെ ഹിദായത്തിലേക്ക് എത്തിപ്പെടുന്നത് റബ്ബ് സുബ്ഹാനഹു പിന്നെ തീർച്ചയായും റബ്ബിന്റെ നിർദ്ദേശമുണ്ട്, തീരുമാനമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു പാഠമാണ്. ഹിദായത്ത് എന്നുള്ളത് സന്മാർഗനിഷ്ഠയിലായ റബ്ബിനെ മാത്രം ഏകദൈവ വിശ്വാസത്തിൽ പിന്നെ അത് സ്വീകരിക്കുകയും അതനുസരിച്ച് സന്മാർഗനിഷ്ഠയിൽ സന്മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യമാണ്. കാരണം എന്തേ, ഈ ലോകത്തേക്ക് എന്നെ നിങ്ങൾ സൃഷ്ടിച്ചത് ഇവിടെ ആസ്വദിച്ച് ജീവിച്ചു മരിക്കാനല്ല, എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ സൃഷ്ടിച്ചത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, നിങ്ങൾ ആ ഹിദായത്തിന് അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ച ആളുകളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാകും ലിൽ ഈമാൻ. എന്നാൽ അല്ലാഹു തആല ഹിദായത്തിലേക്ക്, സന്മാർഗ്ഗത്തിലേക്ക് നിങ്ങളെ എത്തിച്ചു എന്നുള്ളത് വലില്ലാഹു യമുന്നു അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയ ഒരു പിന്നെ അനുഗ്രഹമാണ്, നിഅമത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജനിച്ച വീട് നാടും, നമ്മൾ വളർന്നു വന്ന നാടും, നമ്മുടെ വീടും, നമ്മുടെ കുടുംബവും, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സാഹചര്യങ്ങളും ഒക്കെ ആ ഒരു സന്മാർഗ്ഗനിഷ്ഠയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കാൻ കഴിയുന്ന, അല്ലായെങ്കിൽ ജന്മനാ തന്നെ ഹിദായത്തിന്റെ വെളിച്ചം സന്മാർഗ്ഗം ഇതാണ്, ലോകത്തിലെ ഒറ്റ രക്ഷിതാവേ ഉള്ളൂ, അവനെ മാത്രം പിന്നെ ആരാധിച്ച് ജീവിക്കലാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അത് ലഭിക്കാത്ത കാര്യങ്ങൾ ചുറ്റുപാടുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്ന്, ആ ഹിദായത്താവുന്ന നേടത്തിൽ നിന്ന് ഞാൻ നിങ്ങളും കുതിരയാവുന്നുണ്ടോ, നമ്മൾ ഓടിപ്പോകുന്നുണ്ടോ? ജീവിതത്തിന്റെ അവസാന ഭാഗത്ത്, അന്ത്യസമയത്ത് ഹിദായത്ത് നഷ്ടപ്പെട്ടിട്ടാണ് ഞാനും നിങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മരണം അത് ജാഗ്രതയുടെ മരണമായി മാറും. എങ്കിൽ നമുക്ക് ലഭിച്ച ഹിദായത്തിന്
സാധിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പല പാഠങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ പ്രവാചകന്മാരുടെ പ്രിയപ്പെട്ടവർക്ക് പോലും പലപ്പോഴും ലഭ്യമല്ലാത്ത രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുടുംബത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഹിദായത്തിനെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച്. എന്നാൽ പ്രിയപ്പെട്ട ബാപ്പ ആ ഒരു മകനോട് പറഞ്ഞതില്ല, നീ ഇത് അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ആട്ടിയൊടുക്കും, നിന്നെ ഞാൻ എറിഞ്ഞൊടുക്കും. ബാപ്പ സ്വീകരിക്കാൻ തയ്യാറായില്ല. ബാപ്പക്ക് ഹിദായത്ത് കിട്ടുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി മരണപ്പെടാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സാധിച്ചിട്ടില്ല. മഹാനായ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള വിശ്വാസികളെ കൂട്ടി ആ കപ്പലിൽ രക്ഷപ്പെടുമ്പോ മാറി നിൽക്കുന്ന മകനെ വിളിച്ചു പറയുന്നുണ്ട്, പ്രിയപ്പെട്ട മോനെ, നീ ഞങ്ങളുടെ കൂടെ കയറണം, ഈ തൗഹീദിന്റെ കപ്പലിലേക്ക് നീ കയറണം. നിഷേധികളുടെ കൂട്ടത്തിൽ നീ ആയി പോകരുത്. മകൻ നൽകിയ മറുപടി, ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആ കാണുന്ന പർവ്വതത്തിലേക്ക് പോയി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. നിങ്ങളുടെ കൂടെ തൗഹീദിന്റെ കപ്പലിൽ കയറി എനിക്ക് രക്ഷപ്പെടേണ്ടതില്ല. മകന്റെ ഉത്തരമായിരുന്നു. ബാപ്പയുടെ കൂടെ 950 വർഷക്കാലം നിരന്തരം തനിക്ക് തന്റെ മുമ്പിൽ തൗഹീദിന്റെ പാഠങ്ങൾ പാടി പഠിപ്പിച്ച ബാപ്പയുടെ കൂടെ രക്ഷപ്പെടാൻ അവന് സാധിച്ചില്ല. തൗഹീദിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. വിശ്വാസത്തിന്റെ കാഫിറുകളായ സത്യനിഷേധികളായ രണ്ട് സ്ത്രീകളുടെ മുഹമ്മദ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇതാ വിശദീകരിച്ചു തരുന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യമാരാണ്. എന്റെ പ്രിയപ്പെട്ട രണ്ടാളുകളുടെ കൂടെ ജീവിച്ചവരാണ് അവർ. ആ രണ്ടുപേരുടെ കൂടെ ജീവിച്ചിട്ടും ഒന്നും നേടിയെടുക്കാൻ തൗഹീദിലേക്ക്, വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്ക്, അധാർമികതയുടെ കൂരിരുട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ നമുക്ക് സാധിച്ചില്ല. എന്നിട്ടോ നരകത്തിലേക്ക് ആർക്ക് പോകുന്നുണ്ടോ നിങ്ങളും പോയിക്കൊള്ളൂ. എന്നാൽ എന്റെ ഭാര്യമാരോട് പറഞ്ഞു, ബാപ്പക്ക് രക്ഷയില്ല, മകന് രക്ഷയില്ല, ഭാര്യമാർക്ക് രക്ഷയില്ല. ഈ ഒരു സാഹചര്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഹിദായത്ത്, നമുക്ക് ലഭിച്ചിട്ടുള്ള സാഹചര്യം നമുക്ക് അനുകൂലമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ മുന്നറിയിപ്പ്, നമ്മൾ സ്വയം ജാഗ്രതയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നവന്, തൗഹീദിനെ മുറുകെ പിടിക്കുന്നവനേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ഇതിനെ സിറാത്തുൽ മുസ്തഖീം 17 തവണ നിർബന്ധമായി കൊണ്ട് പറയുന്നവരാണ് നമ്മൾ. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തിപ്പെടണമെങ്കിൽ റബ്ബിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. ആരെങ്കിലും അല്ലാഹുവിലേക്ക് തിരിച്ചു മടങ്ങാൻ, പാപങ്ങളും തെറ്റുകളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു മടങ്ങാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഹിദായത്ത് ലഭിക്കും. ഹിദായത്തിന്റെ മാർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം. ഹിദായത്ത് എന്നുള്ളത് അത് വലിയ ഞങ്ങൾക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പീഡനങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ രക്ഷ തേടി തന്റെ പ്രിയപ്പെട്ടവർ, തന്റെ കുടുംബാദികളുടെ ത്വായിഫിലേക്ക് യാത്ര ചെയ്യുകയാണ്. ത്വായിഫിലെത്തി അവിടെയുള്ള കുടുംബാദികളോട്, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വിശ്വാസം സ്വീകരിച്ചാലും നിങ്ങൾ എനിക്ക് അഭയം നൽകണം. അവര് തയ്യാറായില്ല. അവര് നാട്ടിലുള്ള മുഴുവൻ പിള്ളേരെയും അല്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ കച്ചറ മനുഷ്യരെ വിളിച്ചു കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവരാട്ടിയോടിച്ചു. ത്വായിഫിന്റെ ചുരം അതിങ്ങനെ കിതച്ച് പ്രയാസപ്പെട്ട് കണ്ണീരണിഞ്ഞ് ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞ് ചോര പൊടിഞ്ഞ് വസ്ത്രവും അതുപോലെ തന്നെ പാദരക്ഷയും പോലും നഷ്ടപ്പെട്ടു ഓടിയിറങ്ങുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കാനിരുന്നു. ആ സന്ദർഭത്തിൽ റസൂൽ പറയാ, ഞാൻ എന്റെ തലയിൽ ഉയർത്തി നോക്കിയപ്പോ എനിക്ക് ഒരു മേഘം ഇങ്ങനെ തടഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. എന്നോട് വിളിച്ചു പറഞ്ഞു, താങ്കളുടെ സമൂഹം, താങ്കൾ കടന്നുപോയ ത്വായിഫിന്റെ സമൂഹം താങ്കളോട് തിരിച്ചു പറഞ്ഞത് എന്താണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. താങ്കളോട് അവർ എന്താണ് തിരിച്ചു ചെയ്തത് എന്നും റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല താങ്കളിലേക്ക് ജിബാലിന്റെ പർവ്വതങ്ങളുടെ മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ താങ്കൾ എന്താണോ
ജിബാൽ എന്നെ പിന്നെ ജിബാലിന്റെ പർവ്വതത്തിന്റെ മലക്കിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വസല്ലമ അലയ്യ എന്നോട് സലാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ഫഖാല ദാലിക ഫീമാ ശിത ഇൻ ശിത അൻ തുബിക അലൈഹിം അൽഅഖ്ശബൈൻ അതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഈ രണ്ട് പർവ്വതങ്ങളെയും അവരുടെ മുകളിൽ ഞാൻ തള്ളിയിട്ട് ഞാൻ അവരെ വധിച്ചു കളയും കൊന്നുകളയും താങ്കൾ അത് പറയണം താങ്കളുടെ നിർദ്ദേശം നൽകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാക്കുകൾ റസൂലക്ക് നൽകുന്ന മറുപടി അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൈ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ നസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅ ഇല്ല എനിക്കത് പറയാൻ കഴിയുകയില്ല ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമൂഹത്തിന്റെ പിൻതലമുറയിൽ നിന്ന് അല്ലാഹുവിനെ യാതൊരു പങ്കു ചേർക്കാത്ത ഒരു വിഭാഗം അവരെ ഈ വളർന്നു വന്നേക്കാം ജനിച്ചു വന്നേക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവരെ നശിപ്പിക്കാൻ പാടില്ല അല്ലാഹുവേ ഈ സമൂഹത്തിന് പുറത്തു കൊടുക്കണം അവർക്കറിയില്ല അറിവില്ലാത്തതുകൊണ്ടാണ് നോക്കൂ രണ്ട് കാര്യങ്ങൾ വിശ്വാസികളെ ബാധ്യതയായിട്ടുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് ഒന്ന് അത്രയൊക്കെ പീഡനങ്ങൾ സഹിക്കുമ്പോഴും അത്രയൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോഴും വിദ്വേഷപരമായി കൊണ്ട് വൈരാഗ്യപരമായി തന്നോട് ആ ബുദ്ധി വെച്ചുകൊണ്ട് തന്നോട് പെരുമാറുമ്പോഴും ആ സമൂഹത്തോട് കാണിക്കുന്ന കാര്യം കരുണ എന്ന വല്ലാത്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ആ ഒരു വല്ലാത്ത സ്വഭാവ ഗുണം വിശ്വാസികൾക്ക് കാണിക്കുന്നു വിശുദ്ധ പറഞ്ഞല്ലോ ലോകത്തുള്ള കാരുണ്യമായി കൊണ്ടാണ് താങ്കൾ നിയോഗിച്ചിട്ടുള്ളത് ആ കാരുണ്യമാണ് നമ്മൾ കാണുന്നത് തന്നെ ഉപദ്രവിക്കുന്നവരാണ് ജീവിതത്തിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യം കാണാൻ കഴിയും വാക്കുകൊണ്ട് നോവിച്ചവരുണ്ട് ശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ തന്റെ മുമ്പിൽ കടന്നു വരുമ്പോഴും അത്തരത്തിലുള്ള ആളുകൾ തന്റെ മുമ്പിൽ കടന്നു വന്നാൽ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച സന്ദർഭങ്ങളുണ്ട് ക്ഷമയോടുകൂടി കേട്ട സന്ദർഭങ്ങളുണ്ട് വിട്ടുവീഴ്ച മനസ്ഥിതി കാണിച്ച സമയമുണ്ട് ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ കാണിച്ച റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വഴിയായിരുന്നുവെങ്കിൽ വിശ്വാസികൾ പ്രബോധനം ബാധ്യതയായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വിശ്വാസികളുടെ ബാധ്യതയാണ് നന്മകൽപ്പിക്കുന്നതിന്റെ വിരോധിക്കുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതല്ല എങ്കിൽ വ്യക്തിപരമായി പലപ്പോഴും മറ്റുള്ളവരോട് എതിർത്ത് നിൽക്കേണ്ട അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട അവരോട് ദേഷ്യം തോന്നുന്ന കോപം തോന്നുന്ന വെറുപ്പ് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ മാനസികമായി കൊണ്ട് കടന്നു വരും എന്നാൽ അവിടെയൊക്കെ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി കാരുണ്യം കാണിക്കാനുള്ള ഉന്നതമായിട്ടുള്ള മഹിതമായിട്ടുള്ള പിന്നെ സ്വഭാവ ഗുണമാണ് അവരിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണം അവർക്ക് നമുക്ക് പുറത്തു കൊടുക്കണം എന്ന ആഗ്രഹം ആ ആഗ്രഹം മാത്രമാണ് അവിടെ പ്രകടിപ്പിച്ചതെങ്കിൽ രണ്ടാമത്തെ കാര്യം അവരിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകണമെന്നുള്ള അവർക്ക് നന്മയുണ്ടാകണമെന്നുള്ള ഗുണം തരണമെന്നുള്ള ആഗ്രഹം ഗുണകാഴ്ചയോടുകൂടിയുള്ള റസൂലിന്റെ പ്രാർത്ഥന അതാണ് തിരിച്ചറിയേണ്ടത് റസൂൽ പഠിപ്പിച്ചത് വിശ്വാസി എപ്പോഴും ഗുണകാംക്ഷിയാണ് തന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് ഗുണമുണ്ടാവണം നന്മ ഉണ്ടാവണമെന്ന് നിരന്തരം ആഗ്രഹിക്കുകയും തിന്മയായിക്കൊണ്ട് തന്നിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒന്നും സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് വിശ്വാസം എന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് അവൻ ഇഹലോകത്തും അതിനപ്പുറം പരലോകത്തും നന്മയാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ എന്റെ അയൽവാസിക്ക് ഒരു ദുരിതമുണ്ട് അവനൊരു കഷ്ടപ്പാടുണ്ട് അവനൊരു പ്രയാസമുണ്ട് അതിനൊരിക്കലും സന്തോഷിക്കാൻ എനിക്ക് കഴിയുകയില്ല അവന്റെ ദുരിതം ഇന്നതാണെന്ന് തിരിച്ചറിയുമോ എന്നെ കൊണ്ട് വാക്കുകൊണ്ടാണോ അവനൊരു ഉപദേശം കൊടുക്കാൻ കഴിയുക അവനൊരു നന്മ വരുത്താൻ എന്റെ വാക്കാണോ ഉപകരിക്കുക എന്റെ ശരീരമാണോ ഉപകരിക്കുക എന്റെ സമ്പത്താണോ ഉപകരിക്കുക അതൊക്കെ ഉപയോഗിക്കുന്നവനാണ് വിശ്വാസി എന്റെ കൂടെ ജീവിക്കുന്നവൻ ഞാനും എന്റെ പ്രിയപ്പെട്ടവരും ഞാനും എന്റെ ബാപ്പയും എന്റെ മക്കളും എന്റെ കുടുംബാദികളും എന്നല്ല ചുറ്റുപാടുള്ളവരൊക്കെ വിശ്വാസികളൊക്കെ എന്റെ പ്രിയപ്പെട്ടവരാണ് ആ വിശ്വാസിയോട് എനിക്ക് യാതൊരു തരത്തിലുള്ള ആർക്കും ഒതുക്കുമില്ല അവനോട് യാതൊരു വൈരാഗ്യവും പിന്നെ കോപവും ദേഷ്യവും എനിക്കില്ല വിദ്വേഷം എനിക്കില്ല നന്മ മാത്രം അവന് നന്മ ഉണ്ടാവണം എത്ര ആളുകൾക്ക് സാധിക്കാറുണ്ട് സ്വന്തം കുടുംബത്തിലെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളോടും അതുപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരോട് പോലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവനെ ആപത്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ മനസ്സിൽ ചിരിക്കുന്ന പുറത്ത് കാപട്യം കൊണ്ട് സങ്കടം നടിക്കുകയും മനസ്സിൽ ചിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ പലപ്പോഴുമെങ്കിൽ നമ്മളെവിടെയാണ് പ്രിയപ്പെട്ടവരെ എവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മള് ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയും വിശ്വാസി പ്രവാചകന്മാരുടെ ഗുണം പ്രവാചകന്മാർ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അഖിലവും 1.5 ലക്ഷത്തോളം പ്രവാചകന്മാരോട് അവരുടെ സമൂഹത്തോട്
പ്രയാസങ്ങളായിരുന്നു. എന്നിട്ടും അവർ പറഞ്ഞത് ഇന്നീലക്കും നാസിഹുൻ നബി, ഞാൻ നിങ്ങളോട് വിശ്വസ്തയോടുകൂടി ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കുന്നവൻ മാത്രമാണ്, എനിക്ക് നിങ്ങളോട് വെറുപ്പുമില്ല എന്ന് ഓരോ പ്രവാചകന്മാരോടും ഓരോ പ്രവാചകന്മാരും ആ സമൂഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരാവശ്യപ്പെട്ടത് പ്രകാരം ഒട്ടകത്തെ മുഅ്ജിസത്തായിരിക്കും അവരുടെ മുമ്പിൽ കൊണ്ടുവരികയും എന്നിട്ട് അവരോട് പറഞ്ഞു, വലാ തമസ്സുഹാ ബിസുഇൻ, നിങ്ങൾ അതിനെ മോശമായി സ്വീകരിക്കരുത്, ഫയഖുദുകും അദാബ യൗമിൻ അദീം, നിങ്ങൾ അതിനോട് മോശമായി പ്രവർത്തിച്ചാൽ, നിങ്ങൾ അതിനെ ഉപദ്രവിച്ചാൽ അല്ലാഹുവിന്റെ വമ്പിച്ച ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഫകദ്ദബൂഹു ഫഅഖറുഹാ, എന്നാൽ അദ്ദേഹത്തെ കളവാക്കുകയും അതിനെ അറുത്തു കളയുകയും ചെയ്തു. ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹാ, അല്ലാഹു തആല അവരെ ആ തെറ്റുമൂലം അവരെ നശിപ്പിച്ചു, അവർക്ക് നാശമെല്ലാം പോലെയാക്കി. അവരുടെ നാശം കൊണ്ട് തിരിച്ചു വരുന്ന രക്ഷപ്പെട്ടു പോയ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ സങ്കടത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഫതവല്ല അൻഹും ഫഖാല യാ ഖൗമി അബ്ലഗ്തുകും റിസാലാത്തി റബ്ബി വനസഖ്തു ലക്കും കൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ. അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മാനത്ത് പറഞ്ഞിരുന്നതാണ്, യാ ഖൗമി, സമൂഹമേ, ലഖദ് അബ്ലഗ്തുകും റിസാലാത്തി റബ്ബി വനസഖ്തു ലക്കും, എന്റെ റബ്ബിന്റെ, നമ്മുടെ റബ്ബിന്റെ റിസാലത്ത് സന്ദേശം, സത്യസന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയോട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഗുണം വരണമെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി, നിങ്ങളുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി എത്ര കാലം, എത്ര പ്രയാസങ്ങൾ സഹിച്ചു എന്ന് ദുഃഖത്തോടുകൂടി, പ്രയാസത്തോടുകൂടി അദ്ദേഹം അവരുടെ പതനത്തിന് ശേഷം സംസാരിക്കുന്നതായി വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രവാചകന്മാരെ അഖിലവും ഈ ഒരു രൂപത്തിലായിരുന്നു. മറ്റുള്ളവർക്ക് ഗുണം, അവരുടെ നന്മയായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ വിശ്വാസി എന്ന നിലക്ക് നമുക്കും ഉണ്ടാവേണ്ടത് നമ്മുടെ സഹോദരൻ, നമ്മുടെ കൂടെ ജീവിക്കുന്നവര്, നമ്മുടെ കുടുംബത്തിലുള്ളവര്, കൂട്ടുകാരന് അവന് നന്മയുണ്ടാവണം. അത് ഇഹലോകത്ത് മാത്രമല്ല, അതിനപ്പുറം പരലോകത്തിൽ. പലപ്പോഴും ഇഹലോകത്തിന്റെ കാര്യത്തിൽ നന്മയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവന് കടം നൽകിയിട്ടോ അവന് കച്ചവടത്തിൽ പങ്കു നൽകിയിട്ടോ അത്തരത്തിലൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. എന്നാൽ അതോടൊപ്പം അവനിൽ കാണുന്ന തെറ്റുകൾ തിരുത്തി, അവനിൽ കാണുന്ന മ്ലേച്ഛതകൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി, അത് ശരിയല്ല, ഇത് പരലോകത്തിന്റെ രക്ഷക്ക് പിന്നെ വിഘാതമായി നിൽക്കും എന്ന് പറഞ്ഞ് അവനെ തിരുത്താൻ കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഇഹലോകത്തോടൊപ്പം പരലോകം കൂടി അവന് നേടിക്കൊടുക്കാൻ സാധിക്കുന്നവരാകണം. അത്തരത്തിൽ ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കുന്നവരാകണം നമ്മൾ ഓരോരുത്തരും. സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി ആത്മാർത്ഥമായി സംസാരിക്കുന്നവർ രപ്പിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസി അവന്റെ ബാധ്യതയെ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മുഹാജിർ ആരാണെന്ന് പഠിപ്പിച്ചു. അതേ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ, അത് തിന്മയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണെങ്കിൽ അത് ജീവിതത്തിൽ പൂർണ്ണമായി ഒഴിവാക്കുന്നവനാണ് മുഹാജിർ. അത്തരത്തിൽ മുഹാജിറാകാൻ കഴിയണം. കാരുണ്യത്തോടുകൂടി സമൂഹത്തോട്, ചുറ്റുപാടുകളോട് സംസാരിക്കാനും, അവരോട് ഗുണകാംക്ഷയോടുകൂടി സംസാരിക്കാനും, ഗുണകാംക്ഷയോടുകൂടി നിലനിൽക്കാനും കഴിയുന്നവരാവണം നമ്മൾ ഓരോരുത്തരും. റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിന്ന് മുഴുവൻ പാഠങ്ങളെയും സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. പ്രിയപ്പെട്ട വിശ്വാസം, റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന ഉണർത്തുകയാണ് ബനൂ ഇസ്രായേൽ സമൂഹം. അനേകം പ്രവാചകന്മാർ കടന്നു വരികയും ഉപദേശങ്ങൾ ലഭിക്കുകയും ചെയ്യാം. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികാരങ്ങൾക്ക് പേരുകേട്ട സമൂഹമാണ് അവരുടെ ചില രീതികളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അവർ പരസ്പരം വിരോധിക്കുകയില്ല. തെറ്റുകളെ അവർ ജീവിതത്തിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ മുമ്പിൽ കാണുന്ന തെറ്റുകളെ, ഒരാൾ തെറ്റ് ചെയ്താൽ പാടില്ല എന്ന് ഉപദേശിക്കുന്ന രീതി ഇല്ലായിരുന്നു. അവരത് ചെയ്യുകയും ചെയ്യും. അവരുടെ പ്രവൃത്തി എത്ര മോശമാണ്. മറ്റുള്ളവരോട് ഗുണകാംക്ഷയെ വർദ്ധിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അവരിൽ കാണുന്ന തിന്മകൾ, തെറ്റുകൾ. അത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാവാം, നമ്മുടെ മക്കളിലാവാം, നമ്മുടെ ഭാര്യമാരിലാവാം, നമ്മുടെ
മരുമകളിലാവാം, മരുമകനിലാവാം, അയൽവാസിയിലാവാം, കൂട്ടുകാരനിലാവാം, ആരും തന്നെയാണ് ആ കാണുന്ന തെറ്റ് അതിന് കണ്ണടക്കുന്ന ഒരവസ്ഥ, അതെന്നെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ അതെന്റെ കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവരല്ല വിശ്വാസം. അങ്ങനെ ചിന്തിച്ചിരുന്ന ആളുകളാണ് പരിവിശ്വാസ സമൂഹം. അത് അവരുടെ നാശത്തിന് കാരണമായി, അവർ നശിപ്പിക്കപ്പെടാൻ കാരണമായി എന്നും എങ്കിൽ ഒരു തെറ്റ് കണ്ടാൽ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വാക്കുകൊണ്ടോ കൈകൊണ്ടോ മനസ്സുകൊണ്ടോ ഒക്കെ അതിനെതിരെ നമ്മുടെ എതിർപ്പ് അല്ലെങ്കിൽ ഉപദേശം നൽകേണ്ടതുണ്ട്, അത് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്തരത്തിൽ ചുറ്റുപാടുകളിലേക്ക് നന്മയെ പ്രസരിപ്പിക്കുന്ന വിശ്വാസികൾ ഏവരെയും ഉൾപ്പെടുത്തി ലഭിക്കുമാറാകട്ടെ. അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ഭാഗം സ്വർഗത്തിലേക്ക് മറ്റൊരു ഭാഗം നരകത്തിലേക്ക് നയിക്കുന്നു. സ്വർഗത്തിന്റെ ദിവസമേഖല ചുട്ടപ്പെടുന്ന വിശ്വാസികളിൽ അറബുസ്മാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ചുറ്റുമാറാകട്ടെ. നമ്മുടെ വിടവങ്ങളിലുള്ള വിശ്വാസികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ അവരുടെ മരണങ്ങളുടെ വിശാലമാക്കുകയും സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വാധീനങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വാധീനങ്ങളായി കൊണ്ടുവന്നാണ് കണ്ണുകളും മാരകമായ രോഗങ്ങളിൽ നിന്ന് രോഗപരീക്ഷണങ്ങളിൽ രോഗങ്ങളുടെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും സൗകര്യവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اغفر لنا اللهم اهدنا للكتاب والسنة وقنا للإيمان ربنا لا تزغ قلوبنا بعد إذ هديتنا من لدنك رحمة ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا رب العالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.